ഓൺലൈൻ വഴി ഭക്ഷണം വാങ്ങുക എന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റായ ഒന്നായി മാറിയിരിക്കുകയാണല്ലേ. സൊമാറ്റോയും സ്വിഗ്ഗിയും എല്ലാം നമ്മുടെ മൊബൈലിൽ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുന്ന ആപ്പുകൾ തന്നെയാണ്. ഓൺലൈൻ ഫുഡ് ഡെലിവറിയെ കുറിച്ചുള്ള 2 വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത്, നമ്മുടെ പോക്കറ്റ് കീറുമോ എന്ന പേടിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചും, രണ്ടാമത് മദ്യപിക്കുന്നവർക്കുള്ള ഒരു സന്തോഷ വാർത്തയുമാണ്. ഈ ഭക്ഷണം പാകം ചെയ്യാൻ സമയമില്ലാത്തപ്പോഴും ഹോട്ടലിൽ പോകാനൊക്കെ കഴിയാത്തപ്പോഴും എല്ലാവരുടെയും ആശ്രയം തീർച്ചയായിട്ടും സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഓൺലൈൻ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ തന്നെയാണ്. ഇവർ ഈ പ്ലാറ്റ്ഫോം ഫീസ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 20% വർധന, അതായത് 5 രൂപയിൽ നിന്ന് 6 രൂപയിലേക്ക് ഈ വർധന വരുത്തിയിരിക്കുന്നു. നമ്മൾ ഈ പറയുന്ന ഡെലിവറി ഫീസും GST, റെസ്റ്റോറൻറ്റ് ചാർജ് എന്നിവയ്ക്കൊക്കെ പുറമെയാണ് ഇങ്ങനെയൊരു വില വർധനവ്, ഫീസ് വർധനവ് വന്നിരിക്കുന്നത് എന്നാണ്. എങ്ങനെയാണ് ഇത് ഉപഭോക്താക്കളെയൊക്കെ ബാധിക്കുക? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കത്തിന് ഇപ്പോൾ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ നീങ്ങിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വിശദമായി ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമിൽ അതിന്റെ പ്രതിനിധിയായിട്ടുള്ള ട്രേഡ് യൂണിയൻ പ്രവർത്തകനായിട്ടുള്ള ശ്രീ അമീർ, ഒപ്പം ഈ ഓൺലൈൻ ഫുഡ് ആപ്പുകളെ ഇടയ്ക്കിടെ ആശ്രയിക്കേണ്ടി വരുന്ന ഉപഭോക്താവായ ശ്രുതിയും കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ശ്രീ അമീറിലേക്ക് പോവുകയാണ്. ശ്രീ അമീർ, ഇപ്പോൾ പ്ലാറ്റ്ഫോം ഫീ ആണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതായത് പല വിധത്തിലുള്ള ചാർജുകളുണ്ട്. നമുക്കറിയാം, ഡെലിവറി ഫീ ഉണ്ട്, GST, അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു ബില്ലെടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇത്രത്തോളം കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തതിന് ശേഷമാണ് ഇപ്പോൾ പ്ലാറ്റ്ഫോം ഫീ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഈ പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയായിരിക്കും ഈ വർധനവ് ഉണ്ടാവുക? ഇപ്പോൾ താങ്കൾ ഈ ട്രേഡ് യൂണിയൻ പ്രതിനിധി ഉൾപ്പെടെയാണ്, ഒരു ജീവനക്കാരൻ കൂടിയാണ്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? ഉപഭോക്താക്കളെ സംബന്ധിച്ച് എത്രത്തോളം വില കൂടുതലായിരിക്കും? ഒരിക്കലുമില്ല. ഇതിനകത്ത് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമറിന് ഇപ്പോൾ 20% വരെ റേറ്റ് കൂട്ടുന്നുണ്ടെന്നുള്ളതാണ്. കസ്റ്റമറിന് റേറ്റ് 20% കൂട്ടിയാൽ പോലും അതിൻ്റെ ഒരു തരത്തിലുള്ള ആനുകൂല്യവും തൊഴിലാളിക്ക് കിട്ടും എന്നുള്ളതിൽ ഒരു പ്രതീക്ഷയില്ല. തുടക്കം മുതൽ 2018 മുതൽ സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ ഇവിടെ വന്ന കാലം മുതലും ഇതിനകത്ത് കിലോമീറ്ററിന് 5 രൂപ തന്നെയായിരുന്നു. അവിടെ നിന്ന് 2024 ആയപ്പോഴത്തേക്കും കിലോമീറ്ററിന് 5 രൂപ തന്നെയാണ്. ആ റേറ്റ് കാർഡിൽ ഇതുവരെയും ഒരു തരത്തിലുള്ള മാറ്റം വന്നിട്ടില്ല. കസ്റ്റമർ ഓർഡർ ചെയ്യുന്നു, നമ്മൾ ആ സമയത്ത് കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ള ഒരു ഉത്തരവാദിത്വം, ഒരു ജോലി മാത്രമാണ് നമുക്കുള്ളത്. പക്ഷേ അതിൽ കൂടുതലായിട്ട് നമുക്കൊന്നും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു തരത്തിലുള്ള പരിരക്ഷ പോലും കിട്ടിയിട്ടുള്ള, ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ പോലും ഇൻഷുറൻസ് തുകയായിട്ടുള്ള തുക പോലും വാങ്ങിച്ചെടുക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഡെലിവറി മേഖലയിൽ പണിയെടുക്കുന്ന ഈ തൊഴിലാളികൾക്കെല്ലാം ഉള്ളത്. അതിനു വേണ്ടിയിട്ട് ഒത്തിരി സമരങ്ങളും ഒത്തിരി ചർച്ചകളും എല്ലാം മാനേജ്മെൻറ്റിൻ്റെ മുമ്പിലും അതുപോലെ തന്നെ സർക്കാരുമായിട്ടും പലതരത്തിലുള്ള കോൺഫറൻസുകളും എല്ലാം നടത്തിയിട്ട് പോലും ഇതുവരെയും ഒരു തരത്തിലുള്ള പ്രതിഫലവും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാനായിട്ട്, ഇതിനകത്ത് ഇപ്പോൾ സ്വിഗ്ഗി, സൊമാറ്റോ ഇപ്പോൾ ഒരു 20% കസ്റ്റമറിൻ്റെ ഇതിലും മാത്രമാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും കസ്റ്റമർ ഇതിനെല്ലാം അഡിക്റ്റായി കഴിഞ്ഞതാണ്. ഇൻസ്റ്റാമാർട്ട് എന്ന് പറഞ്ഞ ഒരു പുതിയ സമ്പ്രദായത്തിൽ തന്നെ അവർ ഏകദേശം 20 ഓർഡർ വരെ ഒരു കസ്റ്റമറിന് ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു. ഫ്രീ ഡെലിവറി ചാർജ് ഇല്ലാതെ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 20 തവണ ഒരു കസ്റ്റമർ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യുമ്പോൾ, ഒരു കവർ പാലാണെങ്കിൽ പോലും ഡെലിവറി ചാർജ് ഇല്ലാതെ അവർക്ക് അവരുടെ വീട്ടുമുറ്റത്ത് എത്തുകയാണെങ്കിൽ തന്നെയും എങ്ങനെ നോക്കിയാൽ 20 ഡെലിവറി കഴിയുമ്പോഴത്തേക്കും കസ്റ്റമർ ഓട്ടോമാറ്റിക് ഇതിനകത്ത് അഡിക്റ്റ് ആവുകയാണ്. അതിനകത്തൊരു സംശയമില്ല. അത് വരുമ്പോഴത്തേക്കും കസ്റ്റമർ പിന്നീടുള്ള കാര്യം അവർക്ക് ഈസി ആവുകയാണ്. വേറൊരു കടയിൽ പോയി വാങ്ങിക്കേണ്ട എന്നുള്ളൊരു നിസ്സാരമായിട്ട് പുറത്തിറങ്ങി വാങ്ങിക്കേണ്ട, ഡെലിവറി ആപ്പ് എടുത്തതിന് ശേഷം സെലക്ട് ചെയ്തതിന് ഇഷ്ടമുള്ള സാധനം ഇപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തെത്തും. ഇപ്പം മദ്യവും കൂടെ എത്തുകയാണെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സൗകര്യം ആവുന്നുള്ളതാണ്. മദ്യം കൂടെ എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും ഡെലിവറി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. പക്ഷേ അതിന് സങ്കടകരമെന്ന് പറയുമ്പോഴത്തേക്കും ഈ മദ്യം വീട്ടിലെത്തുന്നതിന് അനുസരിച്ചിട്ടുള്ള വേതനവും കൂടി തൊഴിലാളിക്ക് കിട്ടുക എന്നുള്ളതാണ്. മദ്യം കൊണ്ട് കൊടുക്കാനുള്ള താല്പര്യം കൊണ്ടല്ല ഒരിക്കലും. അതിനകത്ത് ഒരു 5, 10 അല്ലെങ്കിൽ 100, 200 പേർക്ക് അധിക തൊഴിലാളികൾക്ക് ജോലി കിട്ടുമെന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അതിന്റെ ഒരു പ്രതിഫലം എന്തായാലും തൊഴിലാളികൾക്ക് കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയും കുറച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് 5 രൂപ തന്നെയാണ്. ഇതിനകത്ത് ഒരുപാട്, ഈ ഒരു ആപ്പിനകത്ത് നമ്മൾ തുറന്നു നോക്കുമ്പോഴത്തേക്ക് തന്നെ ഒരുപാട് തിരിമറികൾ അതിനകത്ത് നടക്കുന്നുണ്ട്. കാര്യം 5 കിലോമീറ്ററാണ് കസ്റ്റമർ ഡിസ്റ്റൻസ് എന്ന് കാണിക്കണമെങ്കിൽ പോലും അത് നമ്മൾ റൺ ചെയ്തെത്തുമ്പോഴത്തേക്ക് 7 കിലോമീറ്റർ ആവാറുണ്ട്. പക്ഷേ 25 രൂപയെ കിട്ടാറുള്ളൂ. പിന്നെ ഈ 7 കിലോമീറ്റർ തിരിച്ച് നമ്മൾ റിട്ടേൺ സോണിലോട്ട് എത്താനായിട്ട് 14 കിലോമീറ്റർ ചിലപ്പോൾ എടുക്കാറുണ്ട്. ഈ 14 കിലോമീറ്റർ എടുത്താൽ പോലും 25 രൂപ മാത്രമാണ് ഈ തൊഴിലാളികൾ കിട്ടുന്ന വേതനം എന്ന് പറയുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ജോലി ചെയ്യുന്ന ഒരു തൊഴിൽ വിഭാഗം, അതിനകത്ത് മഴ വന്നാലും വെയിൽ വന്നാലും ഏതൊരു ക്ലൈമറ്റ് വന്നാലും കൃത്യമായിട്ട് തൊഴിലെടുക്കാൻ പോകുന്ന ഒരു തൊഴിൽ വിഭാഗം തോന്നുന്നു ഈ മേഖലയിൽ പണിയെടുക്കുന്നവരാണ്. ഇപ്പോൾ കൊറോണ വന്ന സമയത്ത് പോലും പോലീസുകാരും ആരോഗ്യ പ്രവർത്തകരും പിന്നെ എനിക്ക് തോന്നുന്നു ഡെലിവറി ജീവനക്കാരും മാധ്യമ പ്രവർത്തകരും ഒക്കെ ആയിരുന്നു തോന്നുന്നു ഈ ഒരു മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരുന്നത്. അത്രയും അതിനകത്ത് തന്നെ അവർ കൊറോണ ബാധിച്ച് മരിച്ചാൽ പോലും ഇൻഷുറൻസ് തുക
അന്ന് കൊറോണ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഏകദേശം 14,000 രൂപ ഇൻഷുറൻസ് തരുമായിരുന്നു. ഇപ്പോൾ ഇതിനകത്തൊരു ആക്സിഡൻറ്റ് പറ്റി മരിച്ച 2 വ്യക്തികളുണ്ട്. പക്ഷെ അവർക്ക് പോലും 2 വർഷമായിട്ട് പോലും ഒരാൾക്ക് ഇതുവരെ ഇൻഷുറൻസ് തുക കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള സംഗതി. തീർച്ചയായിട്ടും നമ്മൾ ആ സമയം മുതൽ ഒരുപക്ഷെ കോവിഡ് സമയത്തായിരിക്കും നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ട് വരുന്നത്. അന്ന് മുതലേ നമ്മൾ പറയുന്നതാണ് എത്ര കൂട്ടിയാലും കുറച്ചാലും അവരെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കും. ഒപ്പം എങ്ങനെയാണ് നമ്മൾ ഉപഭോക്താക്കൾ, അതിനെക്കുറിച്ചാണ് ശ്രുതി നമ്മളോട് സംസാരിക്കുന്നത്. ശ്രുതി, ഇപ്പോൾ ചാർജ് കൂട്ടുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നെഞ്ചിടിപ്പ് നമ്മൾ ഉപഭോക്താക്കൾക്ക് കൂടിയാണ്. ഒന്ന് കൂട്ടുന്നു എന്ന് പറയും, ഈ കടയിൽ പോയിട്ട് സാധനം വാങ്ങുന്ന പോലെയല്ല നമ്മൾ ഈ സ്വിഗ്ഗിയിൽ നിന്നും സൊമാറ്റോയിൽ നിന്നും ഒക്കെ വാങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടി കൊടുക്കുകയും വേണം. ഇനിയും നമ്മൾ ഇന്ന് മുതൽ സാധനം വാങ്ങുന്നു എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിലവിൽ വന്നാൽ വീണ്ടും ചാർജ് കൂട്ടി കൊടുക്കുകയാണല്ലേ, അതിന്റെ ഒരു ആശങ്കയുണ്ട്. പക്ഷെ നമ്മൾ വാങ്ങുകയും ചെയ്യും. ശ്രുതി പറഞ്ഞോളൂ. ഓക്കെ, ഇനീഷ്യലി ഫ്രീ ആയിരുന്നു, ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കോവിഡൊക്കെ ആയിരുന്നപ്പോൾ അതിന് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്ത് ഇപ്പോൾ തൊട്ടടുത്താണെങ്കിലും പോകാൻ മടിയാണ്. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞ മാതിരി ഇൻസ്റ്റമാർട്ടാണ് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ്. അപ്പോൾ നമ്മൾ അത് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, സ്വിഗ്ഗി 1 ഉണ്ട്. ഡെലിവറി ഫീ കൂടിയാൽ എഫക്റ്റ് ചെയ്യില്ല, പക്ഷേ പ്ലാറ്റ്ഫോം ഫീ കൂടിയാൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഡെലിവറി ഫീ ആണെങ്കിൽ നമ്മൾ ഓക്കെയാണ്, കാര്യം ഡെലിവറി പാർട്ട്ണർക്കല്ലേ കിട്ടുന്നത്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ഓക്കെയാണ്. പക്ഷേ ഈ പ്ലാറ്റ്ഫോം ഫീ കൂട്ടുന്നത് ആർക്കും, നമുക്ക് കസ്റ്റമേഴ്സിനും ഗുണമില്ല, കൊണ്ടുവരുന്നവർക്കും ഗുണമില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല, ഇതൊരു ഹാബിറ്റായി. അപ്പോൾ ഇതെന്തായാലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ അവർക്ക് എത്ര വേണം കൂട്ടിയാലും നമ്മളത് തന്നെ ഡിപ്പെൻഡ് ചെയ്തോണ്ടിരിക്കുക. തീർച്ചയായിട്ടും ശ്രീ അമീർപ്പള്ളി പറഞ്ഞതുപോലെ തന്നെ ഇന്ന് രാവിലെയും കൂടി ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ പറയുന്ന ഓഫേഴ്സ് എല്ലാം നമ്മുടെ മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 100 രൂപയിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഡെലിവറി ചാർജ് അൺലോക്ക് ആവും. അത് ഇൻസ്റ്റാമാർട്ടിനെയൊക്കെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ശ്രുതി പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെ ഓഫേഴ്സ് വരുന്നു, നമ്മൾ അതിൽ തന്നെ വീഴുന്നു, ഇത്ര മിനിറ്റിനകം നമ്മുടെ മുന്നിലേക്ക് സാധനം എത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ കൂടി വന്നാലും നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ തന്നെ നിൽക്കുകയല്ലേ? ഒരു സംശയമില്ല. ഇതിനകത്ത് ഞങ്ങൾ ഈ ഏകദേശം 6 വർഷത്തിന് മേളിലാവുന്നുള്ള തൊഴിലാളികൾ ഇതിനകത്തുണ്ട്. അവരുടെ ഉപജീവന മാർഗ്ഗം എന്നുള്ള രീതിയിൽ തന്നെയാണ് സ്ഥിരമായിട്ട് ഇതിനകത്ത് തൊഴിൽ കിട്ടും എന്നുള്ളൊരു രീതിയിലാണ് ഇതിനകത്ത് പലരും ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ഞാനൊക്കെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഞങ്ങളൊക്കെ ഈ ഒരു മേഖലയിൽ എത്തിപ്പെടുകയാണെങ്കിൽ ആ ബിസിനസ് അത്രമാത്രം പൊളിഞ്ഞതുകൊണ്ട് മാത്രം ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇനി വേറൊരു മേഖലയിലോട്ട് പോകുന്നില്ല, മേഖലയിൽ തന്നെയാണ് ഈ മേഖലയിൽ തന്നെയാണ് നമ്മൾ തുടരുന്നു എന്നുള്ളത് കാണിച്ചുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ഈ മേഖലയിൽ തുടരുന്നതും. അതുപോലെ തന്നെ നേരത്തെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇൻസ്റ്റാമാർട്ടിൻ്റെ കാര്യം നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാമാർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനകത്ത് ഏകദേശം 500-600 തൊഴിലാളികൾ ഇൻസ്റ്റാമാർട്ടിൽ മാത്രം ഓരോ ഹബിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ തന്നെയും അടിസ്ഥാന സൗകര്യം ഇല്ല എന്നുള്ളതാണ്. അവർക്കിപ്പോൾ പാർക്കിംഗ് സൗകര്യമോ ടോയ്ലറ്റോ ഫുഡ് കഴിക്കാനുള്ള സൗകര്യമോ അതുപോലെ വാട്ടർ സൗകര്യമോ ഇതൊന്നും അവിടെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പട്ടം ഇൻസ്റ്റാമാർട്ടിൻ്റെ മുമ്പിൽ തന്നെ ഇടയ്ക്ക് നടന്നൊരു സമരം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വാഹനം പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. ഡെലിവറി തൊഴിലാളികളെ അവരുടെ യൂണിഫോമിൽ പോയി കഴിഞ്ഞാൽ ഡെലിവറി തൊഴിലാളികളെ അതിന് മുന്നിൽ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. ആ കാര്യം നേരത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒത്തിരി തവണ മാനേജ്മെൻറ്റിനെ സമീപിച്ചിട്ടുണ്ടെങ്കിലും അവർ യാതൊരു തരത്തിലുള്ള പ്രതികരണം കൊടുത്തില്ല. തൊഴിലാളികൾ സമരമായിട്ട് ഇറങ്ങിയ സമയത്താണ് ഇവരിതിനകത്ത് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വന്നത്. ഏകദേശം 6ഓളം ദിവസം സമരം ചെയ്തതിന് ശേഷവും അതിനകത്തൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. 2 ആഴ്ചക്കകത്ത് പുതിയൊരു പാർക്കിംഗ് സൗകര്യം ചെയ്ത് കൊടുക്കാം എന്നുള്ളൊരു നിബന്ധനയാണ് യൂണിയനുമായിട്ട് ഉണ്ടാക്കിയത്. പക്ഷേ ആ 2 ആഴ്ച കഴിഞ്ഞത് 3ാമത്തെ ആഴ്ചയായി. അത് മാത്രമല്ല, ഇപ്പോൾ ഉണ്ടായിരുന്ന ഹബ് അവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് സ്ഥാപിക്കാമെന്നും പറഞ്ഞു. ഈ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഉൾപ്പെടെ ഉള്ളത് ഞങ്ങൾ തന്നെ കണ്ടെത്തി കൊടുക്കുകയും ചെയ്തു. ഏകദേശം 4-5ഓളം 2000 മുതൽ 3000 സ്ക്വയർ ഫീറ്റ് വരെ വിസ്തീർണ്ണമുള്ള സ്ഥലം നമ്മൾ കണ്ടെത്തി കൊടുക്കുകയും ചെയ്തു. പക്ഷേ അവരൊന്നും അത് അംഗീകരിച്ചിട്ടില്ല, അത് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അടിസ്ഥാന സൗകര്യം മെയിനായിട്ടുള്ള കാര്യം. ഒരു ടോയ്ലറ്റ്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, പ്രായമായവരുണ്ട്, അവർക്കൊരു ടോയ്ലറ്റ് സൗകര്യമോ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമോ ഇങ്ങനെയുള്ള ഒരു നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുമ്പോഴും എങ്ങനെയായിരിക്കും ജനങ്ങളുടെ പ്രതികരണം എന്ന് കൂടി നമുക്ക് കേൾക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം വാങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചൊക്കെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ ഡോക്ടർ രാജു എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജു, ഇതിപ്പോൾ സംഭവം അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. എന്തായാലും ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഫുഡ് വാങ്ങുമ്പോൾ ഇപ്പോൾ വില കൂടും, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ത് തോന്നുന്നു അങ്ങേക്ക്? അല്ല, ഞാൻ പറയുന്നത് ഫുഡ് വാങ്ങുന്ന വില കൂടുന്നതല്ല. നമ്മൾ ഈ ഫുഡ് വാങ്ങിക്കുമ്പോൾ നമ്മളൊരു ഈ കൊണ്ടുവരുന്ന സ്റ്റാഫിന് ഒരു ടിപ്പ് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് അവർ ചോദിക്കും ടിപ്പ് കൊടുക്കുന്നുണ്ടോ, നമ്മൾ കൊടുക്കാറുണ്ട്. അത് ഇവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയേണ്ട ആവശ്യമുണ്ട്, അതാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീ അമീർ അതിനുള്ള ഉത്തരം പറഞ്ഞാൽ നന്നായിരിക്കും. സാർ എന്തായാലും ആ ചോദ്യം ചോദിച്ചത് വളരെ നന്നായി. കാര്യം ഞാൻ പോലും അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കസ്റ്റമർ പലരും ടിപ്പ് ആഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ടിപ്പ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് തെളിവായിട്ട് തന്നെ മാനേജ്മെൻറ്റ് തന്നെ അത് സമ്മതിച്ചിട്ടുണ്ട്. അവരുടെ ആപ്പിനകത്ത് തന്നെ അവർ പറയുന്നുണ്ട്,
അതെ, ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. ആ ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ് ആ ടിപ്പ് നിങ്ങൾക്ക് ആഡ് ആവാതെ പോയതെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒരു സമയത്ത് ഏകദേശം കുറച്ച് പേർക്കുള്ള ടിപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കസ്റ്റമർ കൊടുക്കുന്നത് 10 രൂപയാണെങ്കിൽ പോലും ആ ഒരു ഡെലിവറി വർക്കർ ആ കസ്റ്റമറിന് കൊടുക്കുമ്പോൾ കസ്റ്റമറിൽ നിന്ന് കിട്ടുന്ന ഒരു 10 രൂപയോ അല്ലെങ്കിൽ 100 രൂപയോ കിട്ടുന്ന ടിപ്പിനെക്കാളും ആ കസ്റ്റമറിൻ്റെ മുഖത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ചിരിയുണ്ട്. ആ ചിരി നമുക്ക് കിട്ടുന്നുണ്ട്. അതിനോട് കൂടെ തന്നെ കസ്റ്റമർ പറയുന്നുണ്ട് ഞങ്ങൾ ടിപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയാറുണ്ട്. ഞങ്ങളെടുത്ത് നോക്കുമ്പോൾ ആ ടിപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ കൃത്യമായിട്ട് കസ്റ്റമർ എന്തായാലും നമ്മളോട് കള്ളം പറയേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് മാനേജ്മെൻറ്റ് ഇതിനകത്ത് നന്നായിട്ട് കളിക്കുന്നുണ്ടെന്നുള്ള കാര്യം അതിനകത്തൊരു സംശയമില്ല. തീർച്ചയായിട്ടും ശ്രുതി, ഇത് നമ്മളെ സംബന്ധിച്ച് കൂടി ഒരു പറ്റിപ്പിന്റെ ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. പലപ്പോഴും ഈ ആഡ് ടിപ്പ് എന്ന് പറയുന്നത് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഒക്കെ നമുക്കുള്ള ഒരു ഓപ്ഷനാണ്. അത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അത് ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നൽകുന്നതാണ്. അപ്പോൾ അതിൽ പറ്റിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ കബളിപ്പിക്കപ്പെടുന്നുണ്ട് അല്ലേ? ഡെഫിനറ്റ്ലി നമ്മൾ ചിലപ്പോൾ മഴയത്തൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നിയിട്ടാണ് ടിപ്പ് ചെയ്യുന്നത്. അതെ. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ വെക്കുമ്പോൾ നേരെ അവർക്ക് ഡെലിവറി പാർട്ട്ണർക്ക് കിട്ടും എന്നുള്ള ഉറപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോംസിനൊന്നും ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതെന്ന് മനസ്സിലാക്കി. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതല്ലേ, ഐ തോട്ട് അതെങ്കിലും കിട്ടുമെന്നാണ് വിചാരിച്ചിരുന്നത്. ശരി, പാലക്കാട് നിന്നും ഡോക്ടർ ജോസഫ് വർഗീസ് കൂടി ചേരുന്നുണ്ട്. ഡോക്ടർ ജോസഫ് വർഗീസ്, ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഒരു കാര്യത്തിൽ നിന്ന് ഈ ഫീസൊക്കെ കൂട്ടുന്നു എന്നുള്ള കാര്യത്തിൽ നിന്ന് തുടങ്ങി പല കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. എന്താണ് ഈ വിഷയം കേൾക്കുമ്പോൾ താങ്കൾക്ക് പറയാനുള്ളത്? ഈ ഒരു വിഷയത്തിൽ എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തികൾ, അതായത് ഇപ്പോൾ ഈ ഫുഡ് ഡെലിവറി എത്തിക്കുന്ന ആളുകൾക്ക് അവർക്ക് കൃത്യമായിട്ട് നമ്മൾ അവർക്ക് റേറ്റിംഗും ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അവർക്ക് ലഭ്യമായിട്ട് കിട്ടുന്നില്ല. ഇപ്പൊ നേരത്തെ ഒരു ബിനു പറഞ്ഞൊരു ഡോക്ടർ വന്നിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞ ഇതിനെക്കുറിച്ചൊരു കാര്യം പറഞ്ഞത്. അപ്പൊ അതേപോലെ തന്നെ ഇവർക്ക് നമ്മൾ റേറ്റിംഗ് എല്ലാം കൊടുക്കുന്നത്. അവർ ചോദിക്കുമ്പോൾ നമ്മൾ റേറ്റിംഗ് 5 സ്റ്റാർ റേറ്റിംഗ് 3 സ്റ്റാർ റേറ്റിംഗ് ഇതൊക്കെ വെച്ചിട്ട് അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് അവരുടെ ഭാഗത്തുനിന്ന്, അതായത് ഈ ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്ന ആ ആപ്പുകാർ സൊമാറ്റോ ആണെങ്കിലോ സ്വിഗ്ഗി ആണെങ്കിലോ അവരുടെ ഭാഗത്തുനിന്ന് അതൊന്നും കാണുന്നില്ല. ഈ നല്ല രീതിയിൽ അവർ ഈ നമ്മുടെ ഡെലിവറി ബോയ്സ് നല്ല രീതിയിൽ തന്നെ അവർ അതിനുവേണ്ടി നല്ലപോലെ കഷ്ടപ്പെട്ട് ഓടി നടന്ന് ചെയ്തിട്ടും അവർക്ക് അതിനുള്ള ഒരു പ്രതിഫലം ഇതിലൂടെ ഇങ്ങനത്തെ രീതിയിലൂടെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ നല്ല പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തികളാണോ എന്നുള്ള കാര്യത്തിൽ എപ്പോഴും ഒരു സംശയത്തില്ല. കാരണം ഞാനൊരു തവണ ഭക്ഷണം വാങ്ങിയിട്ട് നമുക്കത് ഒരു എന്താ പറയാ കൃത്യമായിട്ട് സമയത്ത് എത്തിയില്ല എന്നുള്ളൊരു ഇതുണ്ടായിട്ട് ഞാൻ അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് വളരെ ഒരു താല്പര്യമില്ലാത്തൊരു പ്രതികരണം തന്നെ ഉണ്ടായി. അതായത് അവർക്ക് അതിനെപ്പറ്റി ബോധോടെ അല്ല. അവര് നിങ്ങൾ ഭക്ഷണം വാങ്ങി ചെയ്തു. അപ്പൊ അത് കണ്ടു കഴിയുമ്പോൾ ഞാൻ അവരുടെ തന്നെ അവസാനം ദേഷ്യപ്പെട്ട് പറയേണ്ട ഗതി വന്നു. ഈ നിങ്ങളുടെതല്ലാണ്ട് വേറെ എനിക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഞാൻ പുറത്തിറങ്ങാനുള്ള മടി കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇത് നിങ്ങളൊന്ന് ആശ്രയിച്ചു എന്ന് മാത്രം. അത് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് പറഞ്ഞാൽ നമുക്കത് ശരിയാവില്ല എന്ന് പറഞ്ഞ് ഞാൻ അവരുമായിട്ട് അതിന്റെ കോൾ സെന്ററിൽ നിൽക്കുന്ന ഒരു മാഡമായിരുന്നു. ആ മാഡമായിട്ട് ഞാനിത് കാര്യം തർക്കിച്ചത്. ഞാൻ തന്നെ ഇനി പോയിട്ട് മഴയാണെങ്കിലോ വെയിലാണെങ്കിലും പോയി എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ ഇവർക്ക് നമ്മൾ റേറ്റിംഗ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നില്ല ചോദിച്ചപ്പോൾ അവർക്ക് ഒരു ഇതില്ലാത്ത ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പ്രതികരണമാണ് അവർ തന്നിട്ടായിരുന്നത്. അതെനിക്ക് തന്നെ വല്ലാത്തൊരു മോശം അനുഭവം എനിക്ക് തോന്നിപ്പോയി. ഞാൻ അതുകൊണ്ടാണ് പ്രത്യേകം എനിക്കിത് ഇപ്പോൾ ഇവിടെ മുമ്പിലിരിക്കുന്ന അമീർ പറഞ്ഞ സാറ് ഇവിടെ ഇരിക്കുന്നുണ്ട് മുമ്പിൽ, ഡെലിവറി ചെയ്യുന്ന അദ്ദേഹമാണ്, അതിൻ്റെ ഒരു തൊഴിലാളിയാണ്. അദ്ദേഹത്തിന് ഇതുപോലത്തെ കാര്യങ്ങൾ കൊടുത്തിട്ടും അത് അവരുടെ ആപ്പുകാർ അതിന് കൃത്യമായിട്ടുള്ള ഒരു നിലപാട് അവർ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞേക്കൊള്ളാന്നുണ്ട്. കാരണം നമ്മൾ എക്സ്ട്രാ പൈസ ഇപ്പൊ നല്ല തുകയായിട്ട് ഇപ്പൊ മാറുമ്പോൾ പറഞ്ഞാൽ അവസാനം ഇപ്പൊ ഞങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യന്മാർക്ക് ഇത് വാങ്ങണമെന്ന് ഓർഡർ ചെയ്യണമെന്നുണ്ടാവുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ പർച്ചേസ് നേരിട്ട് തന്നെ പോയിട്ട് വാങ്ങേണ്ട ഗതി വരും. അത് ഓൾറെഡി ഇതിൽ ഇൻട്രസ്റ്റിംഗ് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹോട്ടലിൽ 15 രൂപയുള്ളൂ വെച്ച് കഴിഞ്ഞാൽ ഒരു പൊറോട്ടയ്ക്ക് 15 രൂപയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് സ്വിഗ്ഗിയിൽ 18 രൂപയാണ്. എന്നിട്ട് അതിന് പുറമെ GST, ഇത് പാക്കിംഗ് ചാർജ്, ഡെലിവറി ചാർജ്, അത് എക്സ്ട്രാ വേറെ. എന്നിട്ട് എല്ലാം കഴിയുമ്പോൾ ഒരു തുക. ഇനി അതിന് പുറമെ ഇനിയിപ്പോൾ 6 രൂപ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവരത് കൂട്ടിക്കോട്ടെ, വിരോധമില്ല. പക്ഷെ ഈ ഓടി നടക്കുന്ന തൊഴിലാളികൾക്ക് അതിനനുസരിച്ചുള്ള രീതിയിലുള്ള റേറ്റിംഗ് കൊടുക്കുന്നോ ഇതെല്ലാം ചെയ്യിപ്പിക്കാണ്ട് ഓടുന്നുണ്ടോ, അവർക്ക് അതിനുള്ളൊരു ഇത് കിട്ടുന്നുണ്ടോ കാരണം നമുക്കത് അറിയാൻ എന്നൊരാഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അതാണ് വിളിക്കുന്ന ഓരോ പ്രേക്ഷകരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്, പലരും നല്ല മനസ്സ് തോന്നി ടിപ്പുകൾ കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർക്ക് ഉപകാരപ്പെടുക എന്ന് പറയുന്നത് മിക്കവാറും പുഞ്ചിരി മാത്രമായിരിക്കും. പക്ഷേ ജീവിക്കാൻ ഒരുപക്ഷെ അതല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെ? അങ്ങനെയല്ലേ? നിങ്ങൾക്കിപ്പോൾ നമ്മൾ ഈ കോവിഡ് സമയത്ത് മുതലൊക്കെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന കണ്ടിട്ടുണ്ട്. 5 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റോ പോലും താമസിക്കുന്നതിന് നിങ്ങൾക്കെതിരെ അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടും നിങ്ങൾ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് തിരിച്ചെടുത്ത പ്രയോജനം? റിപ്പോർട്ട് ചെയ്തിട്ട് ഇതിനകത്തൊരു ഫലവും കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കസ്റ്റമറിനോടും പറയാനുള്ളത്. ഇതിനകത്ത് റെസ്റ്റോറൻറ്റ് ഏറ്റവും പ്രശ്നകരമായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കസ്റ്റമർ അരമണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പായിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ഫുഡ് ഓർഡർ ചെയ്യുന്നത്. അതിനുള്ള കാരണം ചിലപ്പോൾ ആ വീട്ടിൽ തന്നെ എങ്ങനെ നോക്കിയാലും പ്രായമായവരുണ്ടാവാം. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴിക്കാനുള്ള ഗുളിക കഴിച്ചിട്ടായിരിക്കും അവർ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫുഡ് ഓർഡർ ചെയ്തിട്ടും അരമണിക്കൂറിനത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും ഇവർ ഫുഡ് ഓർഡർ ചെയ്യുന്നത്. പക്ഷേ
ചില റെസ്റ്റോറൻറ്റുകളിൽ ഡിലേ ആവാൻ കാരണമാകുന്നത് കാരണം അത് അരമണിക്കൂർ കഴിഞ്ഞും എത്താതിരിക്കുകയും ചില കസ്റ്റമറിന് പോലും അത് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് കസ്റ്റമറിന് എന്താണ് സംഭവിക്കുന്നതെന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നുണ്ട്. റെസ്റ്റോറൻറ്റിനകത്ത് ഡിലേ വരുന്നത് കാരണമാണ് ആ ഡെലിവറി എക്സിക്യൂട്ടീവ് അവിടെ താമസിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നതിൻ്റെ സാഹചര്യത്തിൽ കസ്റ്റമർ ഒരിക്കലും നമ്മളോട് മിക്കവാറുമുള്ള കസ്റ്റമർ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നില്ല. പിന്നെ പലതരത്തിലുള്ള കസ്റ്റമറാണ്. ചില സമയങ്ങളിൽ ചില കസ്റ്റമർ ഫോണിൽ തന്നെ വിളിച്ചിട്ട് ഒത്തിരി അനാവശ്യവും അസഭ്യവും പറയാറുണ്ട്. എങ്കിൽ പോലും ഫോണിൽ കൂടെ നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ തിരിച്ചെന്തെങ്കിലും കസ്റ്റമറിനെ പറയുകയാണെങ്കിൽ ആ കസ്റ്റമർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ റൈഡറിൻ്റെ ID ബ്ലോക്ക് ആവും എന്നുള്ള കാര്യത്തിന് അതൊരു സംശയമില്ല. ആ ID ബ്ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ പറയുന്നത് കസ്റ്റമറിനേക്കാളും ഡെലിവറി എക്സിക്യൂട്ടീവിന് എത്ര വേണോ കിട്ടും. പക്ഷേ കസ്റ്റമർ നമുക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ്. വേണം, കസ്റ്റമർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. അത് തന്നെയാണ്, ഇല്ലെന്നല്ല. പക്ഷേ കസ്റ്റമർ മോശമായിട്ട് പെരുമാറുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും ഡെലിവറി വർക്കറിന് അത് ബുദ്ധിമുട്ട് അറിയിച്ചു കഴിഞ്ഞാൽ പോലും സ്വിഗ്ഗിയിൽ നിന്നുള്ളൊരു പരിരക്ഷ കിട്ടിയതായിട്ട് എൻ്റെ അറിവിലില്ല. സൊമാറ്റോയിൽ ഇതിനേക്കാളും കുറച്ചെങ്കിലും തിരക്കിടില്ലാത്ത ഒരു ഡെലിവറി ആപ്പാണ് സൊമാറ്റോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം കസ്റ്റമറിന് എന്തെങ്കിലും മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നത് കൃത്യമായിട്ട് അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അവരത് കേട്ടതിന് ശേഷം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് കസ്റ്റമറിനെ അവരത് ബ്ലോക്ക് ചെയ്യാറുണ്ട്. ആ എക്സിക്യൂട്ടീവിന് വേണ്ടിയിട്ട് സോറിയും പറയാറുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ശ്രുതി അല്പസമയം മുമ്പ് പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. ശരിക്കും അമീർ അദ്ദേഹം പറയുന്നത് വെച്ചിട്ട് എനിക്കും പല കാര്യങ്ങളിലും അത്ഭുതം തോന്നിയിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന പല കാര്യങ്ങളും അവരിലേക്ക് എത്തുന്നില്ല എന്ന് പറയുമ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളും ഉണ്ടല്ലേ? നമുക്കൊരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഡെലിവറി പാർട്ട്നേഴ്സാണ്. നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ അവർക്ക് മെച്ചാന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് ചെയ്യുന്നത്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ അവരുടെ ഫണ്ടിൽ നിന്നാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ 5 സ്റ്റാർ റേറ്റിംഗ് ടിപ്പ് ഇതൊന്നും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി ഷോക്കിംഗ്. അപ്പോൾ പിന്നെ ഈ പ്ലാറ്റ്ഫോംസിനെ ഡിപ്പെൻഡ് ചെയ്യണോ നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കാൻ തോന്നും. തീർച്ചയായും അങ്ങനെ ഒരു വലിയൊരു പ്രശ്നമൊക്കെ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ഇങ്ങനെ ഇവരുമായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും നമുക്ക് വരുന്നത്. എന്തായാലും വളരെ നന്ദി രണ്ടുപേർക്കും. നമ്മളിപ്പോൾ ചർച്ച തുടങ്ങിയത് ഇവർ പ്ലാറ്റ്ഫോം ഫീസ് ഇവരൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഫീസ് വർദ്ധിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളെ അതൊക്കെ സ്വാധീനിക്കുന്നത്? നമ്മളെപ്പോഴും ആശ്രയിക്കുന്ന ആ ഡെലിവറി, നമുക്ക് ഭക്ഷണം എത്തിക്കുന്ന ആൾക്കാർക്ക് അത് പ്രയോജനപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു വിശദമായ ചർച്ചയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അവർ പറഞ്ഞത് പ്രകാരം കൂടുതൽ ഒരുപാട് ആനുകൂല്യങ്ങൾ വീണ്ടും അവരിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അവർ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പുഞ്ചിരിയായിരിക്കും ചിലപ്പോൾ ലഭിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം അവർക്ക് കാര്യമില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവരിലേക്ക് എത്തുക എന്നുള്ളതും പ്രധാനമാണ്. ഉപഭോക്താക്കളെ സംബന്ധിച്ചും നമ്മളും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതായാലും വളരെ നന്ദി ശ്രുതിക്കും ശ്രീ അമീറിനും.